പാലക്കാട്, ആലപ്പുഴ ജില്ലകളിൽ RSSും അതുപോലെ തന്നെ SDPIയും അങ്ങോട്ടും ഇങ്ങോട്ടും മണിക്കൂറുകൾ വെച്ച് കൊലപാതകം സംഘടിപ്പിച്ചു. RSകാരനെ കൊന്നാൽ അപ്പോൾ തന്നെ SDPIക്കാരനെ കൊല്ലുക, SDPIക്കാരനെ കൊല്ലുമ്പോൾ RSകാരനെ കൊല്ലുക. ഇതായിരുന്നു ആലപ്പുഴയിലും അതുപോലെ പാലക്കാടും കണ്ട കാഴ്ച. വളരെ ശക്തമത്തായ പാർട്ടി ഇടതുപക്ഷ സാന്നിധ്യവും ഇടപെടലും വർഗീയ ശക്തികൾക്കെതിരായിട്ട് ജാഗ്രത പുലർത്തേണ്ടുന്ന പോലീസിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ജാഗ്രതയും കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരു വർഗീയ കലാപത്തിലേക്ക് കത്തിപ്പാടുന്ന ഒരു വർഗീയ സംഘർഷത്തിലേക്ക് ഈ രണ്ട് ജില്ലയും പോകാതിരുന്നത് എന്നുള്ളത് സത്യം. അതുപോലെ തന്നെ കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴും കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണക്കള്ളക്കടത്ത് പ്രശ്നം ഒരു ക്രമസമാധാന പ്രശ്നമായിട്ട് മാറുന്ന നില വരെ ഉണ്ടായി. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് അപകടത്തിൽ 5 പേരാണ് മരണപ്പെട്ടത്. കള്ളക്കടത്ത് എന്ന് പറയുമ്പോൾ 2 രീതിയിലാണ് കാണേണ്ടത്. ഒന്ന്, കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങി സ്വർണവുമായി പുറത്തു വരാനുള്ള സൗകര്യം. യഥാർത്ഥത്തിൽ ഒന്നാമത്തെ കുറ്റവാളി അവിടെ കൈകാര്യം ചെയ്യേണ്ടുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംവിധാനം കസ്റ്റംസ്. ആ കസ്റ്റംസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥൻ്റെ കൂടി പിന്തുണയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള സ്വർണം പുറത്തേക്ക് വരുന്നില്ല. എങ്ങനെയാണ് സ്വർണം പുറത്തേക്ക് വരിക? സ്വർണം പുറത്തേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും പോലീസിന് ആ സ്വർണം പിടിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ പിടിച്ചെടുത്തുകൊണ്ടാണ് നിരവധി സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ക്രമസമാധാന പ്രശ്നമായി മാറിയ സാഹചര്യത്തിൽ പോലീസിന് ഇടപെടാതിരിക്കാൻ പറ്റില്ല എന്നുള്ള സ്ഥിതി വന്നു. ആ ദൗത്യമാണ് പോലീസ് നിർവഹിച്ച് കൊണ്ടിരുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ അൻവർ വലിയ രീതിയിലുള്ള കുരിശുയുദ്ധം സംഘടിപ്പിക്കുന്നത്. കള്ളക്കടത്തിൻ്റെ ഭാഗമായി, പൊട്ടിക്കൽ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചിലരെ ആളുകളെയാണ് സാക്ഷിയായിട്ട് അവതരിപ്പിക്കുന്നത്. എന്നാൽ ഇതെല്ലാമാണ് എങ്കിലും പോലീസിൻ്റെ ഭാഗമായി കേരളീയ സമൂഹത്തിൽ പൊതുവേ ഉള്ളതിൻ്റെ എല്ലാം അരയൊലി പോലീസ് സൈന്യത്തിലും ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പല വിഭാഗത്തിലും പോലീസിൽ സ്വാധീനമുണ്ട്. റിട്ടയർമെൻറ്റിന് ശേഷം വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധം സ്ഥാപിച്ച് അവർ പ്രവർത്തിച്ചു വരുന്നുമുണ്ട്. എന്നാൽ ഒരു DGP തന്നെ സംഘപരിവാറിൻ്റെ പാളയത്തിലെത്തപ്പെട്ടത് UDFൻ്റെ കാലത്തായിരുന്നു എന്ന് ഓർക്കണം. എന്നിട്ടും സംഘപരിവാർ ബന്ധം UDFൻ്റെ പോലീസിൽ ആരോപിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടായില്ല. വളരെ പ്രധാനപ്പെട്ട വേറൊരു പ്രശ്നം ഉയർന്നു വന്നിട്ടുള്ളത് ADGP അജിത് കുമാറിനോട് സ്വീകരിച്ച നിലപാടുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം വന്നാൽ ഉടൻ നടപടിയെടുക്കുക എന്നത് ഭരണത്തെ ബാധിക്കുന്ന തെറ്റായ കീഴ്വഴക്കമായിരിക്കും. എന്നാൽ തെറ്റായ നിലപാട് സ്വീകരിക്കുന്ന ആരായാലും, ഏതുയർന്ന ഉദ്യോഗസ്ഥനായാലും സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തുകയും കുറ്റക്കാരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ കർക്കശമായ നടപടി സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏത് ഗവൺമെൻറ്റും ചെയ്യേണ്ടുന്ന ഏറ്റവും ശരിയായ മാതൃക. ഈ മാതൃകയാണ് അതിശക്തിയായിട്ട് കേരള മാധ്യമങ്ങൾ എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഇത് പറ്റില്ല, ഇപ്പം തന്നെ നടപടി വേണമെന്നാണ് അൻവർ ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ഒപ്പമാണ് മാധ്യമങ്ങളും നിൽക്കുന്നത്. പിന്നീട് RSS നേതാക്കളുമായി ADGP അജിത് കുമാറിൻ്റെ കൂടിക്കാഴ്ച സ്വാഭാവികമായിട്ടും സർക്കാർ അന്വേഷിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമായി മാറിയിട്ടുണ്ട്. 1 മാസമാണ് അന്വേഷണത്തിന് സമയം നൽകിയിട്ടുള്ളത്. ഏതാണ്ട് അതിൻ്റെ അവസാനത്തെ ദിവസത്തിലേക്ക് വരികയാണ്. ആ അന്വേഷണ റിപ്പോർട്ട് കൂടി കിട്ടിയാൽ
എന്തൊക്കെ കാര്യങ്ങളാണ് വസ്തുതാപരമായിട്ട് ശരിയെന്ന് മനസ്സിലാക്കി ഫലപ്രദമായി ആർക്കെതിരായിട്ടാണോ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളും ആക്ഷേപങ്ങളും അത് ശരിയായാൽ കർക്കശമായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നതിന് ഗവൺമെൻറ് മുഖം നോക്കേണ്ട കാര്യമില്ല. ആരായാലും ആ നിലപാട് സ്വീകരിച്ച് പോകണം എന്ന് തന്നെയാണ് പാർട്ടി കണ്ടിട്ടുള്ളത്.